രാജ്ഭവൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഗവർണർ ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ആളാണ്. അവിടെ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടി ഭരണഘടനാ വിധേയമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ താമസിച്ചെത്തുക, ദേശീയ ഗാനം ആലപിക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോവുക എന്ന് പറയുന്നതാണ് ഭരണഘടനാ വിരുദ്ധം. ശിവൻകുട്ടിയാണ് ഭരണഘടന ലംഘിച്ചത്. ഈ ഇതുപോലുള്ള ഗവർണറുടെ മുമ്പിൽ നിന്നുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് അധികാരമേറ്റെടുത്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആ രാജ്ഭവനോട്, ഒരു ഭരണഘടനാ സ്ഥാപനത്തോട് ഈ അവഹേളനാപരമായി പെരുമാറിയതാണ് ഭരണഘടനാ വിരുദ്ധമായ സംഗതി. അത് കാവിക്കൊടിയെക്കുറിച്ചല്ല അദ്ദേഹത്തിന് പരാതി. അദ്ദേഹത്തിന് ഗവർണറെ, ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാളിനെ വിമർശിക്കണം, തള്ളിപ്പറയണം, അപമതിപ്പുണ്ടാക്കണം. ഈ ഒരൊറ്റ ഉദ്ദേശം മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. RSS ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കാവി നിറമുണ്ട്, കാവിക്കൊടികൾ പിടിച്ചിട്ടുണ്ട്. ഭാരതാംബയെ, അവനീർ ടാഗോറിനെ പോലെയുള്ള മഹാത്മാക്കൾ ഭാരതാംബയുടെ ചിത്രം ഈ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഭാരതാംബയെ വരച്ചപ്പോൾ കാവി വസ്ത്രമാണ് ആ ഭാരതാംബ ഉടുത്തിരുന്നത്. ഇതൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കുന്ന വികാരമാണ്. അതിനെ തള്ളിപ്പറയുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെങ്കിൽ കാലമുയർത്തുന്ന ഭീഷണികൾക്കും പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും മുമ്പിൽ അവർക്ക് കീഴടങ്ങേണ്ടി വരും. ഈ കാലമുയർത്തുന്ന പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ നിവൃത്തിയില്ലാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്നടിയും. അതിൻ്റെ ഒരാവശ്യവുമില്ല. രാജ്ഭവനിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനമെടുക്കേണ്ടത് ഗവർണറാണ്. ഗവർണറുടെ പ്രവർത്തന കേന്ദ്രമാണ്. അവിടെ എന്ത് ചെയ്യണം എന്ന് തീരുമാനമെടുക്കാനുള്ള അധികാരവും അവകാശവും സ്വാതന്ത്ര്യവും ഗവർണർക്കുണ്ട്.